അഡ്വക്കേറ്റ് വേണു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അതൊക്കെ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ ഈ ആഗോള പോലീസിൻ്റെ തൊപ്പി തെറിപ്പിക്കുക എന്ന ദൗത്യം ഒരുപക്ഷെ നരേന്ദ്രമോദി നിക്ഷിപ്തമായിരിക്കുമല്ലേ? അല്ലല്ല, അതങ്ങനെ നമ്മൾ ചിന്തിക്കല്ലേ. നമ്മൾ ഇന്ത്യയുടെ 50 കൊല്ലത്തെ ചരിത്രം പരിശോധിക്കണ്ടേ, അല്ലാതെ 2014 ശേഷമല്ലല്ലോ. ഇതിനു മുമ്പും ഇന്ത്യയുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1971 കാരണം ഏത് രീതിയിലും നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ എതിരെ അന്നത്തെ ഭരണാധികാരികൾ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും അമേരിക്കയുമായി സന്ധി ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ഒരു കാലഘട്ടം. പാർട്ടി കുപ്പായം അഴിച്ചു വെച്ചു കഴിഞ്ഞാൽ താങ്കളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചേ, ഈ 2014 ശേഷം ഇങ്ങോട്ടുള്ള ആ ഒരു മുന്നേറ്റം, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം തന്നെയല്ലേ? അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് തന്നെയല്ലേ? അദ്ദേഹത്തെ ലോക ഗുരുവായിട്ട് അംഗീകരിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, ഉള്ളിൻ്റെ ഡൊണാൾഡ് ട്രംപ് ഭയക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെയല്ലേ, അല്ലേ? അത്രമാത്രം സ്വീകാര്യത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലേ? ആ നേതൃപാഠം താങ്കൾ പറയുന്നതൊക്കെ ശരി തന്നെ. അതായത് ഓരോ കാലത്ത് ഭരിച്ചവരും അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ നോക്കൂ, ഭാരതത്തിൻ്റെ ഇന്നത്തെ നിലവിലുള്ള വർത്തമാനകാല അവസ്ഥ അത് നോക്കിയേ താങ്കൾ, എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ഗ്രാഫ് അങ്ങോളം ഉയർന്നിട്ടില്ലേ? ഞാൻ ഈ ശിവസേനയുടെ ഒരു പത്രമുണ്ട്, പത്രത്തിന്റെ പേര് സാമ്ന. അപ്പോ സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന ആളാണ് ആ പത്രത്തിന്റെ എഡിറ്റർ. അദ്ദേഹം ഒരു മുഖപ്രസംഗം ഒരു 2-3 കൊല്ലം മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട്. അപ്പോ അന്നും ശിവസേന ഏതാണ്ട് ഒരു BJP ഇപ്പൊ കാര്യം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മുന്നണിയിലുണ്ട് എങ്കിലും BJPയുടെ ഒരു ആശയവും ആദർശവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ശിവസേന. അപ്പൊ ശിവസേനയുടെ മുഖപത്രമാണ് ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നത്. ബാൽ ഠാക്കറെ ആരംഭിച്ച് ഇപ്പൊ സഞ്ജയ് റാവത്താണ് അതിന്റെ എഡിറ്ററായിട്ട് തുടരുന്നത്. അദ്ദേഹം സാമന പത്രത്തിൽ എഴുതിയ ഒരു എഡിറ്റോറിയൽ ഉണ്ട്, അത് ഇന്ത്യയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ കോൺഗ്രസ് 50 കൊല്ലം ഭരിച്ച ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ആയി നിങ്ങൾ വന്നതുകൊണ്ട് നിങ്ങളൊരു വികസിത രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയായി. അല്ലെങ്കിൽ ഈ രാഷ്ട്രം സൊമാലിയ പോലെ എത്തിയോപ്യ പോലെയുള്ള ഒരു രാഷ്ട്രമാകുമായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമോ? ഇവിടെ ഇപ്പൊ നമ്മൾ അമേരിക്കയോട് എന്തെങ്കിലും വിധേയത്വം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ സോഷ്യലിസ്റ്റ് ചേരിയിൽ റഷ്യയോടൊപ്പം നിൽക്കുമ്പോൾ, അമേരിക്കൻ വിരുദ്ധമായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പോലും അമേരിക്കയുടെ സഹായം തേടേണ്ടി വന്നു. ഇവിടെ ഇരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള മോഹൻ വർഗീസ് സാറിനും ഒക്കെ അറിയാം. 62-ലെ യുദ്ധത്തിൽ അന്ന് നെഹ്റു ഈ രാജ്യം മുഴുവൻ നടന്ന് യുദ്ധ ഫണ്ട് സ്വീകരിക്കുകയും അതോടൊപ്പം ഞങ്ങളെ ഈ ഘട്ടത്തിൽ, കാരണം തേസ്പൂര് വരെ ചൈനീസ് പട്ടാളം കടന്നു തന്ന്, അത് യുദ്ധമല്ലല്ലോ, ഇൻവേഷൻ ആയിരുന്നല്ലോ, അവരുടെ കടന്നുകയറ്റമായിരുന്നല്ലോ, നമ്മളെ ഏകപക്ഷീയമായിട്ട് ആക്രമിച്ച്. അന്ന് നെഹ്റു അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റിന് കത്തെഴുതി. വളരെ ചുരുങ്ങിയ കാലമാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്, 3 കൊല്ലക്കാലമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കത്തെഴുതുകയും ഇന്ത്യക്ക് ആവശ്യമായി അന്ന് F-104 എന്ന് പറയുന്ന സൈനിക വിഭാഗവും B-57 എന്ന് പറയുന്ന ജോൺ എഫ് കെന്നഡിയോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് അതിന്റെ ഇത്ര വിമാനങ്ങളും അതുപോലെ തന്നെ B-57 ഇത്ര ബോംബർ വിമാനങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കത്തെഴുതുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും പിന്നീട് യുദ്ധം നിൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ നമ്മൾ അമേരിക്കയെ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ അമേരിക്കയോട് വിധേയത്വം കാണിച്ചിട്ടില്ല. ഞാൻ നമ്പ്യാരെ നമ്മൾ ഈ ചർച്ചയിൽ പറയുമ്പോൾ അതൊരു വിരുദ്ധമായ അഭിപ്രായമാണ് എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്, സഹപാനലിസ്റ്റുകളും തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്ന പ്രസംഗത്തിൽ ലോകത്തിലെ ഒരു നേതാവും യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റ് ആണല്ലോ 28 പ്രാവശ്യം 29 പ്രാവശ്യം പറയുന്നത്. അദ്ദേഹം എന്തേ തുറന്നു പറഞ്ഞില്ല, മിസ്റ്റർ ട്രംപ് നിങ്ങൾ ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ ഞാനൊട്ട് അംഗീകരിക്കുകയുമില്ല എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കണമായിരുന്നു. അത് അദ്ദേഹം കാണിക്കാത്തത് ഞാൻ പറയുമ്പോൾ കോൺഗ്രസിന്റെ വക്താവായ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, നമുക്ക് രാഷ്ട്രീയമില്ലാത്ത അമേരിക്കൻ മീഡിയേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ ആൻസർ ചെയ്യട്ടെ. വേണു, ആ ചോദ്യത്തിൽ നോക്കൂ, ഞാൻ വഴങ്ങുന്നു. ഓക്കെ താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധി വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു.
അതായത് ഡൊണാൾഡ് ട്രംപ് കള്ളം പറയുകയാണോ, ഈസ് ഹി എ ലയർ എന്നാണ് ചോദിച്ചത്. അപ്പൊ നോക്കൂ, ഞാൻ തന്നെ ഒരു BJP-യുടെ വക്താവ് എന്നുള്ള നിലയിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ തന്നെ ഒരു പരിധി വിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് നമ്മളൊരു നയതന്ത്ര ലെവലിലുള്ള ഒരു കാര്യമാണ്. ഇപ്പം പ്രധാനമന്ത്രി ആ ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പറയാണ് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു, നമ്മൾ ഭാരതവും അമേരിക്ക തമ്മിലുള്ള ഇഷ്യൂസ് എവിടെ പോകുന്നത്? അദ്ദേഹം എന്താ പറഞ്ഞത്? എന്നെ ലോകത്തുള്ള ഒരു രാജ്യത്തിലെ രാഷ്ട്ര തലവന്മാരും വിളിച്ചിട്ടില്ല. അപ്പം ലോകത്തുള്ള ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ ലോകത്തുള്ള തന്നെ അല്ലേ ശ്രീ വേണു? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ അതിന്റെ കാരണം എന്താ? പറയാത്തതിലുള്ള വിഷമാണ്. അതെ, നാളെ ഇനി വ്ളാഡിമിർ പുടിൻ പറയരുത്. അമേരിക്ക അല്ല, ലോകത്തുള്ള മുഴുവൻ നേതാക്കളെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അല്ല, അതിനകത്ത് ട്രംപ് ഉണ്ടല്ലോ, വാദഗതിയെ കുറിച്ചാണ്. അല്ല, അതെ, ട്രംപ് അതിനകത്ത് ലോകത്തുള്ള ഒരു രാജ്യത്തിന്റെയും ഒരു രാഷ്ട്ര തലവനും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നതിനെക്കാട്ടി എന്താണ് കാരണം? ഇനി നാളെ പറയരുതല്ലോ, വ്ളാഡിമിർ പുടിൻ പറയും ഞാനാണ് ഇതിനകത്ത് ഇടപെട്ട്, അല്ലെങ്കിൽ ചൈന പറയും ഞാനാണ് ഇടപെട്ട്. അപ്പൊ എല്ലാം കൂടെ ഒരൊറ്റ ആൻസർ ആണ്. അത് രണ്ട് കാര്യമാണ്. ഒന്നൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആണത്. അതായത് എത്ര പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടെങ്കിലും ഞാൻ എന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻ സ്പോയിൽ ചെയ്യത്തില്ല. അത് മനസ്സിലാക്കുക നിങ്ങൾ. ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം തുടങ്ങാൻ ഈസിയാണ്, പക്ഷെ യുദ്ധം നിർത്തണമെങ്കിൽ അതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിന് മാത്രമേ സാധിക്കൂ. കാരണം അത്രമാത്രം ഒരു വികാരമുണ്ട് യുദ്ധത്തിലേക്ക്. പക്ഷെ എന്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനെ കാട്ടി കൂടുതൽ രാഷ്ട്ര താല്പര്യം എന്താണെന്നുള്ള മാത്രമാണ് ആ ചിന്ത. ആ രാഷ്ട്ര താല്പര്യത്തിന്റെ പേരിലാണ് നമ്മൾ യുദ്ധത്തിലേക്ക് പോകാതിരുന്നതും. അതേ രാഷ്ട്ര താല്പര്യത്തിന്റെ പേരാണ് ഡൊണാൾഡ് ട്രംപിന്റെ പേരെടുത്ത് പറയാത്തത്. ഇല്ല, ഞാൻ ചോദിക്കുന്നത്, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ചൈനയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഉൾപ്പെടുമ്പോൾ അതിനകത്ത് അമേരിക്ക അല്ലേ ശ്രീ വേണു? അതിപ്പോ ഇനിയിപ്പോ ഡൊണാൾഡ് ട്രംപ് ഒന്ന് പേര് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എനിക്കൊന്നൊരു എന്താ പറയുക, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്. ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം കൂടെ, അതായത് ജസ്റ്റ് അത് കഴിഞ്ഞാൽ ഞാൻ നിർത്താം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡിപ്ലോമസിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് ഡിപ്ലോമസിക്ക് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ വളരെ ശരിയാണ്. അതിനകത്ത് BJP ഡിപ്ലോമസി എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ഡിപ്ലോമസി എന്നോ തീർച്ചയായിട്ടും സൈന്യത്തിനും അത് BJP ആർമി എന്നോ കോൺഗ്രസ് ആർമി എന്നോ ഒന്നുമില്ല. അതൊരു ആർമിയാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അവരുടെ ഡിപ്ലോമസി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പക്ഷേ അപ്പൊ അതിനൊരു ന്യൂവാൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് വാക്ക് ഉപയോഗിക്കുന്നു, എവിടെ ഉപയോഗിക്കുന്നു, ആരെക്കുറിച്ച് പറയുന്നു, അതാണ് ഡൊണാൾഡ് ട്രംപിന് ഇല്ലാത്തത്. ഞാനത് അതൊരു വിമർശനമായിട്ട് പറയാണ്. അത് അദ്ദേഹം ട്വിറ്ററിലല്ല ചെയ്യേണ്ടുള്ളത്. അവിടാണ് ആ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിച്ച ശ്രീ മോദി. ഇത്രയും പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടും ഡൊണാൾഡ് ട്രംപ് എന്നുള്ള ആ വ്യക്തിയുടെ പേര് പറയാത്തതിന്റെ അത് പക്ഷെ പേര് ഉൾപ്പെടുത്തി. ഇപ്പം മനസ്സിലാവുന്നവർക്ക് എല്ലാം മനസ്സിലാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്? ഈ ചർച്ച നടത്തുന്നത് തന്നെ ഇന്ത്യ വഴങ്ങി കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. അല്ല, ഡൊണാൾഡ് ട്രംപിനെ മനസ്സിലായി, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കാണ് മനസ്സിലാവാത്തത്. ഒരു സെക്കൻഡ് കൂടി എനിക്ക് പറയാൻ അല്ല, സേനാപതി വേണു, അതായത് ഡൊണാൾഡ് ട്രംപ് കാണിക്കാത്ത മര്യാദ നരേന്ദ്രമോദി കാണിച്ചു. അല്ല, അതല്ല, ഇവിടെ നമ്മൾ പാർലമെന്റിൽ ഒരു ഇഷ്യൂവിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇദ്ദേഹം 29 പ്രാവശ്യം ഞാനാണ് യുദ്ധം നിർത്തിയത് എന്ന് പറയുന്നു. ഇദ്ദേഹം പറയുന്നത് കള്ളമല്ലേ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല എന്നുള്ള ജനറലൈസ്ഡ് മറുപടി അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇദ്ദേഹം, അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അവിടെയാണ് ആ ഡിപ്ലോമസിയുടെ പ്രസക്തിയെ കുറിച്ച് ശ്രീ കേണൽ ഡിനി ചൂണ്ടിക്കാണിച്ചത്. അതാണ് അല്ല, ആ ഡിപ്ലോമസിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ സംശയിക്കുന്നത്. തല കുനിച്ചു കൊടുക്കുന്നുണ്ടോ അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ, അഹങ്കാരത്തിന് മുമ്പിൽ നമ്മൾ തല? അതിന്റെ ഉത്തരം എനിക്ക് ഇത്രേ ഉള്ളൂ വേണു. അതിന്റെ ഉത്തരം എനിക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഉറങ്ങുന്ന ആളെ നമുക്ക് തട്ടി ഉണർത്താൻ പറ്റും, പക്ഷെ നടിക്കുന്ന ആളെ നമ്മൾ എത്ര തട്ടിച്ചാലും അത് വളരാൻ പോകുന്നില്ല. അത്രേ എനിക്ക് പറയാനുള്ളത്. കാരണം അത് വളരെ ക്ലിയർ. അത് ബാക്കി ഡോക്ടർ മോഹൻ വർഗീസ് ഒക്കെ പറയാം അതിനെ കുറിച്ച്. ഉറക്കം നടിക്കുന്ന ആളെയും തട്ടി ഉണർത്താം, പക്ഷെ ഉറക്കഗുളിക കഴിച്ചിട്ട് പിന്നെ ഈ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് അതിന് വലിയ ഡേഞ്ചറസ് കാര്യമാണ്. ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ചോദിച്ച വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. 29 പ്രാവശ്യം ഇദ്ദേഹം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കളവാണ് എന്നുള്ളത് മറുപടിയല്ലേ? അതല്ലേ പറയുന്നത്? പ്രതിപക്ഷ നേതാവിന്, നിങ്ങളുടെ നേതാവിന് ഇങ്ങനെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ സമയമുള്ളൂ? അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കോടതി ഇന്നൊരു ചോദ്യം ചോദിച്ചത്. ശ്രീ വേണു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം. അത് വളരെ കൃത്യമായിട്ട് അതൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു ആര് എതിരല്ല ശ്രീ വേണു. ചോദ്യങ്ങൾ ചോദിക്കണം, ജനാധിപത്യത്തിൽ ചോദ്യം ചോദിക്കണം, പാർലമെന്റിൽ ചോദ്യം ചോദിക്കാം. പക്ഷെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പരാമർശം ആണ് അത് വരുന്നെങ്കിൽ അത് തെറ്റാണ്. അതിനകത്ത് ഞാൻ ആരെ രാജ്യദ്രോഹികളോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടി രാജ്യസ്നേഹം കുറവോ കൂടുതലോ ഒന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ രാഷ്ട്ര താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ആയിട്ടുള്ള ലീഡേഴ്സ് വേണം നമ്മുടെ രാജ്യത്ത്. എല്ലാ പാർട്ടീസിലും വേണം.
ആ രീതിയിൽ നമ്മൾ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ചൈന പിടിച്ചടക്കി എന്ന് പറയുന്നത് അത് എത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടന്നു. ഞാൻ ആ ഏരിയയിൽ സെർവ് ചെയ്ത ഒരാളാണ്. 2000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര 20 കിലോമീറ്റർ ബൈ 10 കിലോമീറ്റർ. ഇത്രയും പിന്നെ നമ്മളൊക്കെ എന്തിനാ അവിടെ ഇന്ത്യൻ ആർമി എന്തിനാ? ശ്രീ സേനാപതി വേണു ഞാനും ഒക്കെ ബ്രിഗേഡിയർ ബാലൻ സാറൊക്കെ നമ്മൾ യൂണിഫോം ഇട്ട് എന്തിനാണ് അവിടെ നമ്മൾ ഇരിക്കുന്നത്? അത്രയും സ്ക്വയർ കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ശ്രീ വേണു? ഞാൻ അങ്ങ് പറഞ്ഞതിനെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ 20 സൈനിക ഉദ്യോഗസ്ഥര് ചൈനീസ് അതിർത്തിയിൽ ചൈനീസ് പട്ടാളവുമായിട്ട് ഏറ്റുമുട്ടി. നദിയുടെ പേര് ഞാനിപ്പോ പെട്ടെന്ന് മറന്നു. അങ്ങ് പറഞ്ഞു ഡോക്ലാമിന്റെ ഭാഗത്ത് അവര് 20 പേരുടെ മരണം അല്ലെങ്കിൽ 20 പേരുടെ രക്തസാക്ഷിത്വം. അങ്ങ് ഒരു ബറ്റാലിയന്റെ കമാൻഡർ ആയിരുന്നു. അങ്ങേക്ക് തത്തുല്യമായ ഒരു ബറ്റാലിയൻ, എനിക്ക് തോന്നുന്നു ബീഹാർ റെജിമെന്റിലാണ് ശ്രീ സന്തോഷ് യാദവ് എന്നല്ലേ സന്തോഷ് ബാബു, കേണൽ സന്തോഷ് ബാബു. ഞാൻ ഒരൊറ്റ ചോദ്യം നമ്മൾ സൈനികരായതുകൊണ്ട് ചോദിക്കാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അതിർത്തിയിൽ ഒരു സംഘർഷത്തിന്റെ പേരിൽ ഒരു ബറ്റാലിയന്റെ കമാൻഡർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം വീരമൃത്യു വരിച്ച ഒരു സംഭവം ഇന്ത്യയുടെ ആർമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഞാൻ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം പറയാം ശ്രീ വേണു. അതേ ഈ ബറ്റാലിയന്റെ തൊട്ട് താഴെയുള്ള ഒരു ബറ്റാലിയനായിരുന്നു ഞാൻ കമാൻഡ് ചെയ്തത്. അതേ സ്ഥലത്ത് വെച്ച് പലപ്പോഴും, അതായത് നോർത്ത് ഓഫ് പെങ്കോങ്സോ, പല സമയത്തും എന്റെ ട്രൂപ്സ് ഇതേപോലെ ചൈനയുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. മരണം നടന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുകൾ വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒന്നും പറ്റാതെ നമ്മൾ തിരിച്ചു വന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടില്ല. അവിടെ ഉള്ളത്, ഞാൻ ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ 3 തരത്തിലുള്ള കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ ഭാഗത്ത്, അത് ഇന്ത്യൻ കൺട്രോളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈൻ ഓഫ് കൺട്രോൾ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ചൈനീസിന്റെ ഭാഗത്തുള്ള ചൈനയുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇതിന്റെ ഇടയ്ക്കൊരു ഏരിയ ഉണ്ട്, അതിനാണ് ഏരിയ ഓഫ് ഡിഫറിംഗ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് രണ്ടുപേരും കൂടെ മത്സരിക്കുകയാണ് അത് ഏരിയ, കാരണം ഒരു അതിർത്തി ഇല്ല. അപ്പൊ ഈ രണ്ടുപേരും കൂടെ മത്സരിക്കുന്ന ഏരിയയിൽ അവർ വന്നാൽ അവരെയും തടയും, നമ്മൾ പോയാൽ നമ്മളെയും തടയും. അങ്ങനത്തുള്ള നടക്കുന്ന ഏരിയ ആണ് ഈ ഏരിയയിൽ. ഈ ഏരിയയിലാണ്, അതേപോലുള്ള ഏരിയയിലാണ് ഈ കേണൽ സന്തോഷ് ബാബുവും അവരുടെ കൂടെ 19 ജവാന്മാരും അവിടെ വീരമൃത്യു ചെയ്തത്. എന്തുകൊണ്ടാണ്? ചൈനീസ് അവിടെ വന്ന് നിന്നപ്പോൾ നമ്മൾ അവരെ തള്ളി. ഈ ഏരിയ തർക്കഭൂമിയാണ്, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടുള്ള തർക്കത്തിലാണ് അവര്. ഏകദേശം 50ഓളം സൈനികർ ചൈനയുടെ ഭാഗത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടായെന്ന് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ട് അമേരിക്ക തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതിർത്തിയിൽ സൈന്യം അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മളെ ബോർഡേഴ്സിനെ കാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നാച്ചുറലി അവിടെ തർക്കം ഉണ്ടാവും, അവിടെ അടി ഉണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി അന്ന് അവിടെ നമുക്ക് ലോസ് ഓഫ് ലൈഫ് ഉണ്ടായി. പക്ഷെ ലോസ് ഓഫ് ലൈഫ് വെറും ലോസ് ഓഫ് ലൈഫ് അല്ല, നമ്മൾ കൊടുക്കേണ്ടുള്ളവർക്ക് കൊടുത്തിട്ടാണ് നമ്മളെ ജീവൻ പോയത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക. എന്തുകൊണ്ട് അവർ വന്നെന്ന് വെച്ചാൽ അവര് ചൈനയുടെ ആക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചൈന ഇങ്ങോട്ട് വന്നു, അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? അവരെ തള്ളി ബാക്കിലോട്ട് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും 1 ഇഞ്ച് ഭൂമി അവിടെ പോയിട്ടില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. പോയിട്ടുള്ള സ്ഥലങ്ങള് 1962 1962 യുദ്ധം കഴിഞ്ഞിട്ട് നമുക്ക് ധാരാളം സ്ക്വയർ കിലോമീറ്റേഴ്സ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാഗത്തുള്ള സ്ഥലം ഇന്ത്യയുടേതുണ്ട്, ചൈനയുടേതുണ്ട്. ഈ ഇടയ്ക്കുള്ള സ്ഥലത്താണ് ഈ ബഫർ സോണെന്നും നോ പെട്രോളിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സ്ഥലം. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. ഇതാണ് അതിന്റെ വാസ്തവം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നമുക്കിപ്പോ പെട്രോളിംഗ് നടത്താം? അതെ, 56 സ്ഥലത്തിൽ പോകാൻ പറ്റത്തില്ല എന്നുള്ള റിപ്പോർട്ടുണ്ട് അല്ലേ ശിവേണു? അതിന്റെ ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണ്? ഇപ്പൊ നോക്കൂ, നമ്മൾ പോയില്ലെങ്കിൽ അവിടെ ചൈനയും വരുന്നില്ല. അത് മനസ്സിലാക്കൂ. എഗ്രിമെന്റ് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? നമ്മൾ രണ്ടുപേരും അടുത്ത് വന്നാൽ മാത്രമേ ഈ തർക്കം അടിയുള്ളാവൂ. അതായത് അടുത്ത് വന്നു, സംസാരമായി, ഉന്തും തള്ളുമായി, അടിയായി, കൊലപാതകം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അപ്പൊ 2 രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വന്നു, നമ്മൾ രണ്ടുപേരും ആ ഏരിയയിൽ വരുന്നില്ല. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണ്? നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ചൈനയ്ക്കും വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതല്ലേ കാരണം. അത് മനസ്സിലാക്കുക. ചൈനയും വരുന്നില്ല, നമ്മളും പോകുന്നില്ല. എവിടാണ്? അത് ഞാൻ ശ്രീ വേണുവിനെ വളരെ അതിന്റെ എന്താ പറഞ്ഞ നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്ററായ ശ്രീ AK ആന്റണി ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പറഞ്ഞ കാര്യം. വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ നയമായിരുന്നു ആ ഏരിയയിലേക്ക്, ബോർഡർ ഏരിയയിലേക്ക് നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ചൈനീസ് ആ റോഡ് ഉപയോഗിച്ച് നമ്മളെ ഉള്ളിലേക്ക് വരുമെന്ന് ശ്രീ ബഹുമാനപ്പെട്ട AK ആന്റണി സാറാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ബാക്കിലാണ്. അപ്പൊ അവർക്ക് വണ്ടിയിൽ വരാമെങ്കിൽ നമ്മൾ ഇപ്പോഴും നടന്നാണ് പോകുന്നത്. ആ ഏരിയയിൽ അവർ വണ്ടിയിൽ പോലും വരരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരും വരുന്നില്ല, നമ്മളും പോകുന്നില്ല. അപ്പൊ എവിടെയാണ് നമ്മളെ ലോസ്? അല്ല, അവിടെയല്ല, നമ്മളും അവരും കേറാത്ത പ്രദേശങ്ങളിൽ അവരുടെ ക്യാമ്പുകൾ ഉണ്ട് എന്ന് തെറ്റാണ്. അത് തെറ്റാണ്. ചിത്രം അല്ല, ഞാനത് പറഞ്ഞില്ല.
ഞാൻ പറഞ്ഞതല്ല, റിട്ടയർ ആയിട്ടുള്ള ചില സൈനിക വിദഗ്ധര് അവരുടെ തെറ്റാണ് ശ്രീ വേണു. നമുക്ക് ഒരു കാര്യമാണ് ശ്രീ വേണു, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധി ദേക്കോ, ഞാൻ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചറിയാം ശ്രീ വേണു, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിഷയം വരുമ്പം അത് ബാലൻസറും പറയും, ഈ ഒരു വിഷയത്തില് ഇൻഫോർമേഷൻ വാർഫെയർ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് തെറ്റായിട്ടുള്ള കാര്യം, മിസ്ഇൻഫോർമേഷൻ, ഡിസ്ഇൻഫോർമേഷൻ, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അപ്പം ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള വ്യക്തി, ഞാൻ ഒരു ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്നേ വരെ ശ്രീ രാഹുൽ ഗാന്ധി ഇതേ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നമ്മുടെ DGMOയുടെ ഒരു ബ്രീഫിംഗ് ചോദിച്ചിട്ടില്ല? ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആണ്. ഞാൻ ശ്രീ രാജ്നാഥ് സിംഗിന്റെ അടുത്ത് പറയാണ്, എനിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഒരു ബ്രീഫിംഗ് എനിക്ക് തരൂ, ഈ ഒരു വിഷയത്തിൽ ഒന്ന് എന്നെ ബ്രീഫ് ചെയ്യാൻ. എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല? അത് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ ശരിയാണ് ശ്രീ വേണു പറയുന്നത്, എന്തുകൊണ്ട് വരുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ മുകളിൽ നിങ്ങൾ ആരോപണം, അപ്പൊ ഇലക്ഷൻ പറയും നിങ്ങൾ വരൂ, ഞങ്ങളോട് ഇരിക്കൂ, പോവില്ല. നിങ്ങൾക്ക് മെയിൽ അയച്ചു, അതിന് റിപ്ലൈ ഇല്ല. അപ്പൊ നിങ്ങൾ പുറത്ത് വന്നിട്ട് ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഞങ്ങൾ പാർലമെന്റിനകത്തായിട്ട് ചോദിക്കുന്നത്, അല്ല പാർലമെന്റ് അകത്തും ചോദിക്കുന്നുണ്ട്, പാർലമെന്റ് പുറത്തും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഡൗട്ട് ക്ലിയർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഡൗട്ട്. എന്തുകൊണ്ട് ക്ലാരിഫൈ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ക്ലാരിഫൈ ചെയ്യുന്നില്ല? ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യയുടെ ഒരു കേണൽ ഉൾപ്പെടെ 19+1 20 സൈനികർ വീരമൃത്യു വരിക്കാനുള്ള കാരണം. അങ്ങേക്കറിയാമല്ലോ, ചൈനീസ് ബോർഡറിൽ 1959 നമ്മുടെ ഒരു പോലീസ് പട്രോളിംഗ് സംഘത്തെ ആക്രമിച്ചതിന് ശേഷം അവിടെ കാഷ്വാലിറ്റീസ്, പിന്നെ യുദ്ധത്തിന് ശേഷം ഉള്ള 62 യുദ്ധത്തിന് ശേഷം ആകെ എനിക്ക് തോന്നുന്നു 69 തോന്നുന്നു, 67 നടന്നിട്ടുണ്ട്. അവിടെ നടന്നിട്ടുണ്ട്. അല്ല, അതിനുശേഷം ചൈനീസ് ബോർഡറിൽ അങ്ങനെ ഒരു ആക്രമണം നടന്ന് ഒരു കാഷ്വാലിറ്റി ഉണ്ടായതായിട്ട് അങ്ങനെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചു കേൾക്കുന്നില്ല. അതുണ്ടായത് ഈ 2020 അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യം മറുപടി കിട്ടണമല്ലോ, അതാണല്ലോ ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ടത്. കാഷ്വാലിറ്റീസിന്റെ ക്വസ്റ്റ്യൻ അല്ല ശ്രീ വേണു, നമ്മൾ ആർമി നമുക്ക് കിട്ടിയ ടാസ്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങളുടെ ബോർഡർ സുരക്ഷിതാണോ അല്ലയോ എന്ന്, അത് സുരക്ഷിതമാണ്. അതിനു വേണ്ടി വില നമ്മൾ കൊടുക്കേണ്ടി വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മളിപ്പോ ചൈനീസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവർ കയറി വരാണെങ്കിൽ അവരെ എഗൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് സൈന്യം ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും കാഷ്വാലിറ്റീസ് വരും. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മളെ ഇന്റഗ്രിറ്റി ആയിട്ടുള്ള ആ കാര്യം അവിടെ ഉണ്ടോ ഇല്ലയോ, അത് 100% ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ.